ഷാർജയിൽ ജീവനൊടുക്കിയ കൊല്ലം സ്വദേശി വിഭഞ്ചികയ്ക്ക് നീതി വൈകുന്നെന്ന് കുടുംബം. അന്വേഷണം എങ്ങും എത്തിയില്ലെന്നും വിദേശത്തുള്ള വിഭഞ്ചികയുടെ ഭർത്താവ് നിതീഷ് അടക്കമുള്ള പ്രതികളുടെ മൊഴി പോലും എടുത്തിട്ടില്ലെന്നും കുടുംബം പറയുന്നു. ജീവനൊടുക്കും മുൻപ് എഴുതിയ കുറിപ്പും ചിത്രങ്ങളും എല്ലാം തെളിവായി ഉണ്ടായിട്ടും അന്വേഷണം പാതി വഴിയിൽ നിലച്ചെന്നാണ് ആരോപണം. വിവാഹ ജീവിതത്തിലുണ്ടായ അസ്വാരസ്യങ്ങളാണ് വിഭഞ്ചിക ജീവനൊടുക്കാൻ കാരണമെന്നാണ് കുടുംബത്തിന്റെ ആരോപണം. വിഭഞ്ചിക മരിച്ച് 1 വർഷം പിന്നിടുമ്പോഴും മരണത്തിലേക്ക് നയിച്ച കാരണങ്ങളെക്കുറിച്ച് നിരവധി ചോദ്യങ്ങൾ ഇപ്പോഴും ഉത്തരമില്ലാതെ ബാക്കി നിൽക്കുകയാണ്. ഭർതൃവീട്ടിൽ നേരിട്ട പീഡനങ്ങൾ കാരണമാണ് മരിക്കാൻ തീരുമാനിച്ചതെന്നായിരുന്നു വിഭഞ്ചിക ജീവനൊടുക്കുന്നതിന് മുൻപ് എഴുതിയ കുറിപ്പ്. ഭർത്താവ് നിതീഷ്, സഹോദരി നീതു, പിതാവ് മോഹനൻ എന്നിവരിൽ നിന്നാണ് പീഡനം നേരിട്ടതെന്നും ഭർത്താവ് തന്നെ നായയെപ്പോലെ ക്രൂരമായി മർദ്ദിച്ചിരുന്നതായും കുറിപ്പിൽ ആരോപിച്ചിരുന്നു. കഴിഞ്ഞ വർഷം ജൂലൈ 9 ഉച്ചയോടെ ജോലിക്കാരി ഫ്ളാറ്റിലെത്തി പലതവണ വിളിച്ചിട്ടും വാതിൽ തുറക്കാത്തതിനെ തുടർന്ന് വിവരം ഭർത്താവ് നിതീഷിനെ അറിയിച്ചു. നിതീഷ് എത്തി വാതിൽ തുറന്ന് അകത്ത് കയറിയപ്പോഴാണ് അമ്മയും കുഞ്ഞിനെയും മരിച്ച നിലയിൽ കണ്ടെത്തിയത്. അവൻ പറയുന്നതെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് അവിടെ ഒന്നും ചെയ്യാൻ ഒക്കില്ലെന്ന്, അവിടെ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റൂല, ഇവിടെ വരുത്തേണ്ട ഒരാവശ്യമില്ലെന്നാണ് പറയുന്നത്. അങ്ങനെ ഭയങ്കര ഇതായിട്ട് നിൽക്കുക. അപ്പോൾ അതിനുള്ള ആ ഒരു ധൈര്യം അവന് എവിടുന്ന് കിട്ടുന്നത്? അവർ മാനസികവും ശാരീരികമായിട്ടും ആഹാരം കൊടുക്കാതെയും വസ്ത്രം കൊടുക്കാതെയും പരസ്ത്രീ ബന്ധം എല്ലാം രേഖാമൂലം എൻ്റെ മോള് കാണിച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെ വീഡിയോ എടുക്കാൻ നമ്മളെ നാട്ടിലായിരുന്നെങ്കിൽ അവൻ പോകുന്നിടത്ത് വീഡിയോ എടുക്കാമായിരുന്നു. പക്ഷേ ഗൾഫിൽ പോയി വീഡിയോ എടുക്കാനൊക്കത്തില്ല അവൻ പോകുന്ന വഴിയൊക്കെ. പ്രതികളെ നാട്ടിലെത്തിക്കാൻ കൗൺസിലേറ്റ് ഇടപെടണമെന്നാണ് വിഭഞ്ചികയുടെ കുടുംബത്തിന്റെ ആവശ്യം. ന്യൂസ് മലയാളം, കൊല്ലം.